ഹായ് അസ്സാം വലൈക്കും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ ഇന്നാളത്തെ വീഡിയോൻ്റെ ബാക്കിയാട്ടോ. അതായത് ഇപ്പോൾ കുറച്ച് മുന്നേ ഞാനൊരു കൊടൈക്കനാലെത്തിയ വീഡിയോ അപ്ലോഡ് ചെയ്തൊരു പോക്കാണ്ട് പോയതാണ്. പിന്നെ എന്താ വെച്ചാൽ ഓരോ സാഹചര്യങ്ങൾ കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ഇട്ടത്. അപ്പോൾ എന്തായാലും കൊടൈക്കനാലെത്തിയപ്പോൾ എല്ലാ കോടയും കേട്ടോ. എനിക്ക് കോട ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കൊടൈക്കനാൽ പോയപ്പോൾ കാര്യമായിട്ട് കണ്ട കോട മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നല്ലപോലെ കാണാൻ പറ്റിയില്ല. പിന്നെ എന്തായാലും എടുത്ത റൂമിൽ അടുക്കളൊക്കെ ഉണ്ട്, പക്ഷെ അടുക്കളൻ്റെ 7 അരികത്തേക്ക് പോയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ട്രിപ്പ് പോകണം എന്തിനാണ്, ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ, ഒന്ന് ഫ്രീ ആയിട്ടും അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പിന്നെ അടുക്കളൻ്റെ 7 അരികത്തേക്ക് ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ, ഫുള്ള് പുറത്തുനിന്ന് നിന്നിട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും റൂമിലെത്തിയിട്ട് പിന്നെ ഒന്ന് ഉറങ്ങി നീച്ച് ക്ഷീണം മാറ്റിയതിൻ്റെ ശേഷം കേട്ടോ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയത്. അങ്ങനെ വൈകുന്നേരം ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി പോയി. കുളിച്ചാനൊക്കെ ഭയങ്കര മടി എന്നിട്ടാണ്. കാരണം എന്താ വെച്ചാൽ പെരും ജാതി തണുപ്പാണ്. അന്ന് ഇങ്ങനെ ഊട്ടിക്കും വയനാട്ടിലേക്കൊക്കെ പോയിന്ന് അന്ന് കോട അങ്ങനെ കണ്ടിരുന്നില്ല, പക്ഷെ അന്ന് ആ കോട കണ്ടപ്പോൾ എന്തോ വലിയ കാര്യമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കോട കണ്ടപ്പോൾ അതൊന്നും ഒന്നുമല്ല കേട്ടാ. നമ്മളെ നാട്ടിലെന്താ മഴക്കാറ് വന്ന് പോണ മാതിരി അന്നത്തെ കോട കണ്ടത് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ. കാരണം അന്നാ കാണുമ്പോൾ വലിയ പൊലിവേന്ന്, ഇപ്പം ഇതിനൊരു വിലയില്ല. ഇവിടെ വന്നപ്പോൾ കാര്യമായിട്ട് കോട മാത്രമേ ഉള്ളൂ, വേറൊരു നല്ല കാഴ്ച കാണാൻ പറ്റില്ല കേട്ടോ, ഫുള്ള് കോട. പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാലും ഇങ്ങനെ എന്താ പറയുക, ആ തണുപ്പ് നല്ല കാലാവസ്ഥ, അടിപൊളി കാലാവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ വരുന്നത്, ഇങ്ങനെ കോട കാണാനും തണുപ്പ് എൻജോയ് ചെയ്യാനൊക്കെ ആണല്ലോ കാര്യമായിട്ട് നമ്മൾ വരുന്നത്. അങ്ങനെ പിന്നെ എന്തായാലും പിന്നെ ഞങ്ങളൊരു സ്ഥലത്തൊക്കെ പോവട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നൊന്നും ആരും എന്നോട് ചോദിച്ചിരുന്നു, അതൊന്നും വെച്ചറിയില്ല. പക്ഷേ ഈ പോണ വഴി ഭയങ്കര റിസ്ക് ഉള്ള വഴിയാട്ടോ, കുറേ പാറപ്പുറം ചാടിക്കടന്ന് കുത്തി മറിഞ്ഞ് വേണം സ്ഥലത്തൊക്കെ പോവാൻ. അങ്ങനെ എന്തായാലും ഞാനും ലാലും ഒരുപോലെ ഉള്ള ഡ്രസ്സ് എന്നിട്ടിട്ടീന്ന്, ഞാനൊരു മിടി എന്നിട്ടീന്ന്. അപ്പം മിടിയൊക്കെ താങ്ങി പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ. കാരണം മിടിയും താങ്ങി പിടിച്ചിട്ടില്ല അറിയുമ്പോൾ ആ എടുക്കണം അറിയും. അങ്ങനെ കേട്ടോ വയ്യ തന്നെ ആകെ ഒരുമാതിരി വയ്യ കേട്ടോ. അങ്ങനെ കുണ്ടും കുയ്യൊക്കെ ആയിട്ടുള്ള പാറക്കെട്ടുകളാട്ടോ, ഫുള്ള് വേരും പാറക്കെട്ടുകൾ. അപ്പം ഇങ്ങനെ ചാടിക്കടന്ന് മറിഞ്ഞു വേണം പോവാൻ. ഒരു കാടട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ. സംഭവം നല്ല അടിപൊളി കാഴ്ചയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും പോണ പോക്കിൽ ഞാനൊരാളെ കണ്ടിട്ടാ. ഞാനട്ടോ മുന്നിൽ ഇറങ്ങി പായുന്നത്, ലാലും എന്താ പറയുക ലാലുവിൻ്റെ കൂട്ടുകാരനും പെണ്ണുങ്ങളൊക്കെ ബാക്കിലായിരുന്നിട്ടാ. എനിക്ക് എന്തോ പോലെ പൊട്ടനെ നേരിട്ട് മാതിരി മുന്നിൽ പായുന്നിട്ടാ. പെട്ടെന്ന് ഇങ്ങനെ ഒരു മിന്നായ മാതിരി സാധനത്തിനെ കണ്ടപ്പോൾ എൻ്റെ കയ്യും കാലും വരച്ചിട്ട് നിൽക്കാൻ വെച്ചിട്ടാ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ നാളെ ഊട്ടിക്ക് ഇതേമാതിരി ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിക്ക് പോയപ്പോൾ ഫസ്റ്റത്തെ ദിവസം തന്നെ ഇതങ്ങനെ റൂമിലെത്തിയിട്ട് നമ്മളൊന്ന് ഉറങ്ങിച്ച് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഫുഡ് വാങ്ങാൻ പോയതട്ടോ. രാത്രിക്കത്തെ ഫുഡ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ റിട്ടയക്കണം ഈ ഒരു സാധനം ഞങ്ങളെ വണ്ടീൻ്റെ മുന്നിലേക്ക് ചാടി. പഠിച്ചോനെ, അന്ന് എന്തോ ഭാഗ്യത്തിന് കഴിച്ചിലായതാട്ടാ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അന്ന് കാട്ടുപോത്തിനെ കാണുന്നത്. അതും നേരിട്ട് കണ്ടപ്പോൾ ഈ രാത്രിയല്ലേ. ഒരു വണ്ടിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു അവിടെ ഇങ്ങനെ കാട്ടുപോത്തുണ്ടായിരുന്നു. പക്ഷെ അപ്പം ഞങ്ങൾക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല, അയാളെ പറഞ്ഞും കൂടെ അവിടെ പോവുകയും ചെയ്ത്. കാട്ടുപോത്തിൻ്റെ അടുത്തെത്തിയപ്പോഴാട്ടോ കാട്ടുപോത്തിനെ ഞങ്ങൾ കാണുന്നത്. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയപ്പോൾ എല്ലാ സാധനം കയറിപ്പോയി. അപ്പോൾ ഈ സാധനത്തിന് അതേമാതിരി ഞാൻ തന്നെയാണ് കണ്ടത്. അങ്ങനെ പിന്നെ എന്തായാലും ആ സാധനം കുറച്ച് വിട്ടായതുകൊണ്ട് ഞാൻ കഴിച്ചല്ലായിട്ടാ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്തങ്ങ് നിൽക്കുന്നു. കാരണം നമ്മളെടുത്തല്ലല്ലോ, ആ ഒരു വിശ്വാസത്തിൻ്റെ ധൈര്യത്തിൻ്റെ ഒക്കെ പുറത്ത് അങ്ങനെ നിന്നതാട്ടാ. വരില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടായിന്ന്, അത് കാരണം അങ്ങനെ നിന്നതാണ്. പിന്നെ ഞാൻ അവിടെ നിൽക്കണ കണ്ടപ്പോൾ ലാലും വന്നു. പിന്നെ എല്ലാവരും വന്ന് ഇങ്ങനെ പോണവരും വരുന്നവരൊക്കെ കാട്ടുപോത്തിനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ കാട്ടുപോത്തിൻ്റെ വഴി നോക്കിപ്പോയിട്ടാ. അതിന് പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ കളിപ്പിച്ച് നിന്ന് പിന്നെ ഞങ്ങളിങ്ങനെ പോരുന്ന വഴിക്ക് പോകണടുത്ത് അതേമാതിരി ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ഫ്രൂട്ട്സ് ഇതെന്താണെന്ന് വെച്ചാൽ അറിയില്ലേനു കേട്ടോ. അപ്പോൾ എന്തോ ഒരു പേര് പറഞ്ഞതോ, ഒന്ന് നമ്മളെ ഇതുണ്ടല്ലോ സർവത്തും കായ് ഫ്രഷൻ പുട്ടുണ്ടല്ലോ, ആ സംഭവം കേട്ടോ. ഇതെന്ത് പഴമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഓല് മുറിച്ച് തന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനം തിന്നാനാണോട്ട്. അല്ലാ, ഞാനാണല്ലോ വലിയ ആളായിട്ട് ആ സാധനമൊക്കെ മേടിപ്പിച്ചിട്ട്. കാരണം അങ്ങനെയൊക്കെ നാട്ടിൽ പോകുമ്പോൾ അങ്ങനത്തെ ഓരോ ഫ്രൂട്ട്സുകൾ അങ്ങനെ നമ്മൾ തിന്നുള്ളല്ലോ. നമ്മളെ നാട്ടിലൊന്നും ഈ സാധനം കിട്ടാനില്ല. അപ്പോൾ കിട്ടുമ്പോഴല്ലേ തിന്നുള്ളൂ വെച്ചിട്ട് ഞാൻ വാശി പിടിച്ച സാധനം വേങ്ങി. എന്നിട്ട് വേങ്ങിയിട്ടുണ്ടായ കഥ എന്താണെന്ന് നിങ്ങൾ നേരിട്ട് കണ്ടോളിട്ടാ. അങ്ങനെ പോണ പോക്കിൽ ഫുള്ള് ഇങ്ങനത്തെ പാറക്കെട്ടുകൾ, ഇങ്ങനത്തെ ഓരോ ഇറക്കവും കൊണ്ടും കുയ്യൊക്കെ തന്നെ കേട്ടാ. അങ്ങനെ അപ്പോൾ ലാലു പറയും നോക്കി ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ തരുന്നുണ്ട് കേട്ടോ. കാരണം ഇത് അലാക്കിൻ്റെ കുണ്ടാണ്, അങ്ങനെ ചാടി ഇറങ്ങിപ്പോണം. അങ്ങനെ പിന്നെ എന്തായാലും നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ട് അവിടെ എത്തിയപ്പോൾ ഇതന്നെ അവസ്ഥ, ആകെ കോടയും മഞ്ഞും മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യം കാണാനില്ല കേട്ടോ. പക്ഷെ സംഭവം എന്താ വെച്ചാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കാറ് കേട്ടോ. പിന്നെ അങ്ങനെ കോട കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം കേട്ടോ. വരുമ്പോൾ അങ്ങനെ കോട കണ്ടപ്പോൾ എന്തോ വലിയ കാര്യം നേടിയ മാതിരി ആയിരുന്നു കേട്ടോ. കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്ര തോനെ കോട ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പൊലിവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാലിനോട് പറഞ്ഞാൽ വേഗം സാധനം വേഗം തിന്നൂടെ പറഞ്ഞിട്ടാ. അപ്പോൾ അതാട്ടാ സാധനം. അപ്പോൾ അതാണല്ലോ തിന്നിട്ട് പോണില്ല, ഒരുമാതിരി ഒരു പുളിയല്ല, ഒരുമാതിരി ഒരു ചൊയട്ടേക്ക് ഛർദ്ദിച്ചാൽ വരും. അപ്പം ഞാൻ ഓലെല്ലാവരും നിർബന്ധിച്ചേട്ടാ. എൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ഓൽക്ക് ആർക്കും വേണ്ട. ലാസ്റ്റ് ലാലും ഓർ മരിയൊക്കെ അത് തിന്നാറ് കേട്ടോ. കാരണം ഞാൻ വാശി പിടിച്ച് വേങ്ങിച്ചതാണ്. ഇതെന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ട് വേങ്ങിച്ചതാട്ടാ.
ഇതാണല്ലോ നോക്കല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല, തിന്നാൻ വെച്ച ഓൾക്ക് ആർക്കും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞാൽ വിളിച്ചറിയട്ടെ ആരും തിന്നുന്നില്ല. പിന്നെ ഞാൻ തന്നെയാണ് വിളിച്ചറിഞ്ഞിട്ട് ഒന്നും നോക്കിയില്ല. പിന്നെ അടുത്ത സംഭവം എന്തെയ്യുന്നു, വേറൊന്നും വീങ്ങുന്നില്ല അതിൻ്റെ കൂടെ. ഇപ്പം അതെന്താ പാട് നോക്കട്ടെ. അപ്പം അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്താ നമ്മൾ സർവത്തും കായി തന്നെ, ഞങ്ങൾ സർവത്തും കായി നട്ട പറയലും പ്രാഷൻ പൂട്ടും. പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് വെച്ചറിയില്ല. എന്തായാലും ആ സാധനം നോക്കി നിന്നിട്ടാ. അത് പിന്നെ വലിയ കുഴപ്പം തോന്നിയില്ല. മറ്റേത് കടിച്ചപ്പോൾ തന്നെ ഒരുമാതിരി ഛർദ്ദിക്കാൻ വരട്ടെ, ഒരുമാതിരി ഒരു ചുയക്ക് അതിൻ്റെ ചുയ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ആ സാധനം ഞാൻ വിളിച്ചിരുന്നു. പിന്നെ ഇത് ഞാനും ഇങ്ങനെ നുള്ളി കെട്ടയച്ച് ഇങ്ങനെ തിന്ന് നോക്കട്ടെ. പക്ഷെ നമ്മൾ പഞ്ചസാരൊക്കെ ഇട്ട് തിന്നുമ്പോൾ നല്ല രസമുണ്ടാവും. ഇത് മധുരം ഉണ്ടായിന്ന്, പക്ഷെ അങ്ങനെ ഒരു മധുരം ഇട്ടോ തോന്നിയില്ല കേട്ടോ, ഒരു ആട്ട മധുരം. അങ്ങനെ ഞാനിങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അങ്ങനെ കണ്ടിരിക്കണം കേട്ടോ. ഇതേമാതിരിയുള്ള സ്ഥലത്തൊക്കെയുള്ള ഈ ഫ്രഷൻ മുട്ട എല്ലാം മധുരക്കാരൻ അത് കണ്ടിട്ട് വേങ്ങിച്ചതാണ് ഇപ്പം ഞാൻ. അത് പക്ഷെ അത്ര ഇങ്ങനെ പറയാൻ മാത്രമുള്ള മധുരം ഉണ്ടായിരുന്നില്ല. എന്നാലും മറ്റേനെ സംബന്ധിച്ച് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ അത് തിന്ന് നോക്കിയപ്പോൾ വലിയ കുഴപ്പം തോന്നണില്ല കേട്ടോ. അങ്ങനെ അപ്പം ലാലുട്ട് പിന്നെ കളിയാക്കട്ടാ, ലാലുവിനെ ചീത്തറിയിട്ട് അതും കൂടി ഒഴിവാക്കില്ല. കാരണം ഞാൻ വേണം എന്ന് പറയാം, അങ്ങനെ വാശി പിടിച്ച് വേവിച്ചിരുന്നു. ഒന്നോ വിളിച്ചാൽ രണ്ടാമത്തെ തിന്നപ്പോൾ വലിയ കുഴപ്പമില്ല പറഞ്ഞപ്പം ഓൾക്കൊക്കെ കൊടുത്തിട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും അങ്ങനെ എല്ലാവർക്കും ഞാനത് ദാനം ചെയ്ത് ഞാനത് എന്തായാലും തിന്ന് മുഴുവനാക്കി ആ ഒരു സാധനം കേട്ടോ. പിന്നെ അടുത്ത എന്തായിരുന്നു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നുമില്ല. മഞ്ഞ് വരും പോവും, അതല്ല മഞ്ഞല്ല സോറി കോട വന്നിട്ടും പോയിട്ട് നിൽക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ഫോണിലിങ്ങനെ ടൈമർ വെച്ചിട്ടാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ എൻ്റെ ഫോണത്തെ വീഡിയോ ഞാൻ ഓണാക്കിയിട്ടും അവിടെ കാക്കാൻ്റെ കടയിൽ ഇങ്ങനെ എന്താ പറയുക ഗ്ലാസ്സുകളൊക്കെ വെക്കുന്നുണ്ട്, അതിൻ്റെ അവിടെ കുത്തി ചരിവെച്ച് കേട്ടോ. അങ്ങനെ പിന്നെ അടുത്ത അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള പോസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാ. അങ്ങനെ ഒരാൾ ടൈമർ ഓണാക്കിയിട്ടിട്ടും ഇതാക്കി വരും. ഇവിടെ എത്തുമ്പോഴൊക്കെ അതും ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആ ഫോട്ടോ പോയേക്കും നന്നായിക്കണോ നോക്കും, എന്നിട്ട് അടുത്ത ഫോട്ടോ എടുക്കും. അങ്ങനെ ഫോൺ പിന്നെ അവിടെ ട്രൈപ്പോഡുമ്പോൾ അവിടെ അങ്ങനെ ടൈമർ വെച്ചതാക്കിയിരിക്കുകയാണ്. അങ്ങനെ പിന്നെ എന്തായാലും അടുത്തത് എന്താണ് കാര്യമായിട്ട് നമ്മൾ വരുന്നപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ഞങ്ങൾ ചെന്നൊന്നും പിന്നെ വേറെ എടുക്കാൻ പോയില്ല കേട്ടോ. ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് വന്ന് കയറി പോയപ്പോൾ തന്നെ പകുതി ജീവൻ പോയിക്കും കേട്ടോ. ഇറങ്ങാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, കാരണം ഇവിടെ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. വന്ന് നോക്കിയപ്പോൾ ഒരു ഉണ്ടി കണ്ടില്ല, ഫുള്ള് കോട കാരണം ഒന്നും കണ്ടില്ല. ഞങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ല, ഫുള്ള് കോട ചെയ്യുന്നിട്ടാ. അങ്ങനെ ഒന്നും കാണാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഈ പോക്കിൽ കോട മാത്രമേ നല്ലപോലെ കണ്ടിട്ടുള്ളൂ. നല്ല തണുപ്പുണ്ടായി, നല്ല കോടയുണ്ടായിരുന്നു. അടിപൊളി കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ കൃഷി സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാൽ കോട കണ്ടിട്ടിലും വന്ന വരവ് മുതലാക്കി. അങ്ങനെ എന്താ പറയുക, നമുക്ക് എപ്പോഴും ഈ കോട അറിയണമെന്നും എപ്പോഴും കാണാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അങ്ങനെ പിന്നെ അതായിരുന്നു കേട്ടോ ഏറ്റവും വലിയ സമാധാനം ഉണ്ടായിരുന്നു. തണുപ്പ് പറഞ്ഞാൽ പെരുഞ്ചാതി തണുപ്പ് എന്നിട്ട് വെള്ളം ഒന്ന് തൊടാൻ വിചാരിച്ചു കേട്ടോ. മാതിരി കിട്ടും അല്ലാ, എന്താണെന്ന് പറയുക ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക ഐസും കട്ട നമ്മൾ മേത്ത് കുറച്ച് നേരം വെച്ച് എന്താ വല്ല സൂചി കുത്തണ മാതിരി ഒരു ഇതുണ്ടാവില്ല, ആ മാതിരി വെള്ളം തൊട്ടാൻ വെച്ച അങ്ങനെ ഒരവസ്ഥ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോകുന്നിട്ടാ. തണുപ്പിൻ്റെ കൊട്ടേട്ടാ, നല്ല തണുപ്പാണ്, നല്ല തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫാനും മീഡിയൊക്കെ പൊന്തിച്ചും കയറ്റി വെച്ചിട്ടൊക്കെ ആയിട്ട് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ഇതാക്കിയാൽ ആകെ ചളി പിളി ജഗ ബൊക്കയൊക്കെ കേട്ടോ. അവിടെ ഇവിടെയൊക്കെ വെള്ളമുണ്ട്, പിന്നെ ആകട്ടെ എടുത്ത ഡ്രസ്സാകതാവല്ലോ. പിന്നെ പോരുമ്പോൾ ഇരുന്നിട്ടും കിടന്നിട്ടും നിന്നിട്ടും അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് ഇങ്ങോട്ട് മേലേക്ക് എത്തി. പിന്നെ ഞങ്ങൾ പോയതിൻ്റെ ശേഷം അധികം ഫുഡ് കഴിച്ചിനി ഒരു കടയിൽ നിന്ന് നിന്നിട്ടാ. നല്ല അടിപൊളി ഫുഡൊക്കെ തന്നെ ചെയ്യുന്നിട്ടാ. അപ്പം ഞാനിങ്ങനെ മസാല ദോശ എന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെ എത്തിയപ്പോൾ മസാല ദോശ തിന്നാൻ ഒരു പൂതി. പക്ഷേ മസാല ദോശ അല്ല, അതിൻ്റെ ഉള്ളിൽ മസാല ഇല്ലാത്ത അപ്പം. പക്ഷേ ഓലുണ്ടാക്കി തന്ന അപ്പം നമ്മളെ പാലപ്പത്തിൻ്റെ മാതിരിയുള്ളൊരു അപ്പം കേട്ടോ. അപ്പം എനിക്ക് പറ്റിയില്ല. ലാസ്റ്റ് പിന്നെ ഞാൻ നൂഡിൽസ് ഓർഡർ ചെയ്താൽ തിന്നിട്ടാ. പിന്നെ അവിടെയുള്ള കടയിലൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഒന്നും വേങ്ങൊന്നുമില്ല കേട്ടോ, കയറി ഇറങ്ങി ഇങ്ങനെ നടന്ന്. അങ്ങനെ പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾ ഇതേമാതിരി പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തിനാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ ആദ്യം ആ റോഡിൻ്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നിട്ടാ. രാത്രിയല്ലോ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. പിന്നെ താഴേക്ക് ഇതേമാതിരി കുഞ്ഞു റൂമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പിന്നെ മലയാളികൾ അങ്ങനെ ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കുന്നല്ല, അത് അങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോയില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇവിടെ വന്നിട്ടാ ഈ ഹോട്ടലിൽ വന്നപ്പോഴാണല്ലോ സൂപ്പ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഈ തണുപ്പത്ത് സൂപ്പ് കുടിച്ചാൽ നല്ല രസമല്ലേ കാരണം. അങ്ങനെ ഞങ്ങൾ വലിയ ആൾക്കാരായി ഇറങ്ങി ചെന്നിട്ട് സൂപ്പ് ചോദിച്ചാട്ടാ. അപ്പോൾ അവിടെ സൂപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താട്ടി അവിടുന്ന് തിരിച്ച് പോകുന്നിട്ടാ. കാരണം ഞങ്ങൾ ആദ്യം പോയിന്ന ആ ചേട്ടൻ്റെ ചേച്ചീൻ്റെ കടയിൽ തന്നെ പോയിട്ടാ. ഇതൊരു മാപ്പിളയും പെണ്ണുങ്ങളാ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഫുഡൊക്കെ അപാരം ടേസ്റ്റ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നിട്ടൊക്കെ നല്ല ഇഷ്ടമായിട്ടാ. ഞങ്ങൾ ചെന്നപ്പോൾ മുതൽ പോരോളം അവിടെ തന്നെ നിന്നിട്ട് അധികം ഫുഡ് കഴിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ 2 കടയിൽ നിന്ന് വേറെ തിന്ന്, പക്ഷെ എന്നാലും അധികം ഫുഡ് ഈ ഒരു ഞങ്ങളെ കടയിൽ നിന്ന് തന്നെ കേട്ടോ. അപ്പോൾ ഞാനെന്താണ് അവിടെ എത്തിയതിന് ശേഷം അധികം നൂഡിൽസ് തന്നെ എന്നിട്ടാ പറഞ്ഞിരുന്നു. ചിക്കൻ നൂഡിൽസ് ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട് അറ്റങ്ങളെ നൂഡിൽസൊക്കെ. പൈസ ഒക്കെ പെരുഞ്ചാതി പൈസ ആണെങ്കിലും നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് പോയാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കാര്യമായിട്ട് തിന്നാൻ പറ്റുള്ളൂ. നൂഡിൽസും കാര്യങ്ങളും വിശ്വസിച്ച് തിന്നാൻ പറ്റുള്ളൂ.
പിന്നെ ഇവലൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യണ ഫുഡിൽ നിന്നൊക്കെ ഇങ്ങനെ ടേസ്റ്റ് നോക്കാൻ നല്ലത് കാര്യമായിട്ട് ഒന്നും തന്നിട്ടില്ല കേട്ടോ. ഞാൻ അധികം ഇങ്ങനെ നൂഡിൽസ് പിന്നെ മസാല ദോശൻ്റെ മസാല ഇല്ലാത്ത ആ ദോശയും സമ്മന്തി അതൊക്കെ തന്നെ തിന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കേട്ടോ ഇഷ്ടം. പിന്നെ എന്താ വെച്ചാൽ കാര്യമായിട്ട് വാരി വലിച്ച് തിന്നാൻ പറ്റൂലല്ലോ, കാരണം നമുക്ക് എട്ടിൻ്റെ പണി എപ്പോഴാണ് കിട്ടുകയെന്ന് അറിയില്ലല്ലോ. പിന്നെ പോണ പോക്കിൽ അത് റൂമൊക്കെ പോണോടത്തൊക്കെ നായ്ക്കൾ കേട്ടോ. ഈ നായ്ക്കളെ വിശ്വസിച്ച് ഓരോപ്പം നിൽക്കാനും പറ്റില്ല, കാരണം നമ്മൾ വിത്താലും കയറിപ്പോരും കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.